ഇന്ത്യയുടെ അറ്റമാണ് മഞ്ഞ് പുതച്ചു നിൽക്കുന്ന കശ്മീർ. ജമ്മു കശ്മീർ എന്ന് പറയുമ്പോൾ തന്നെ മഞ്ഞ് പെയ്യുന്ന റോഡുകളും മമ്മൂട്ടിയുടെ നായർ സാബ് സിനിമയും ആപ്പിൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളും എല്ലാമാണ് ടൂറിസ്റ്റുകളുടെ മനസ്സിലേക്ക് തെളിയുക. ഇവിടേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. അതുവഴി ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കാൻ സാധിക്കുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. രണ്ട് പുതിയ ട്രെയിനുകൾ കശ്മീരിലേക്ക് വരുന്നു എന്നതാണ് പുതിയ വാർത്ത. ഇതോടെ ടൂറിസ്റ്റുകൾ കൂടുതലായി കശ്മീരിൽ എത്തുമെന്ന കാര്യം മാത്രമല്ല, കശ്മീരിന്റെ വിളകൾ ഇന്ത്യയുടെ മറ്റ് നഗരങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കാനും കർഷകർക്ക് നേട്ടം കൊയ്യാനും സാധിക്കും. മഞ്ഞും തണുപ്പും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ആവലാതിയും ഇനി വേണ്ട. ട്രെയിൻ ചൂടുള്ളതാണ്. വരാനിരിക്കുന്ന ഒരു ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇത് സംബന്ധിച്ചുള്ള ഒട്ടേറെ വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. മറ്റൊരു ട്രെയിൻ കശ്മീരിലെ തണുപ്പിനെ പ്രതിരോധിക്കാൻ ചൂട് നിറച്ചുള്ളതായിരിക്കും. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമായ ചിനാബ് ബ്രിഡ്ജിലൂടെ ഈ തീവണ്ടിയിൽ യാത്ര ചെയ്യാം. 359 മീറ്റർ ഉയരത്തിലാണ് ഈ പാലം. ന്യൂഡൽഹിയിൽ നിന്ന് കശ്മീരിലെ ശ്രീനഗറിലേക്കാണ് പുതിയ തീവണ്ടി സർവീസ് നടത്തുക. കിടന്ന് യാത്ര ചെയ്യാൻ സൗകര്യമുള്ളതാകും ട്രെയിൻ. 13 മണിക്കൂറായിരിക്കും യാത്രാ സമയം. ചിനാബ് പാലത്തിലൂടെയുള്ള യാത്രയാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ സൗകര്യം ഈ ട്രെയിനിൽ ഉണ്ടാകില്ല എന്നാണ് ഇക്കണോമിക്സ് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഖത്ര, ബാരാമുല നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കാശ്മീരിലേക്ക് വരാൻ പോകുന്ന മറ്റൊരു ട്രെയിൻ. 8 കോച്ചുകളുള്ള ഈ ട്രെയിനിൽ കിടന്നുള്ള യാത്രയ്ക്ക് സൗകര്യം ഉണ്ടാകില്ല. വെള്ളത്തിന്റെ ടാങ്കിൽ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനവും ഉണ്ടാകും. കൊടും തണുപ്പിൽ വെള്ളം ഐസ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. മൂത്രപ്പുരയിലും സമാനമായ സൗകര്യങ്ങൾ ഉണ്ടാകും. വന്ദേ ഭാരത് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന് മുൻപിലുള്ള ഗ്ലാസിൽ ഐസ് കട്ട പിടിക്കുന്നത് തടയാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ഖത്രയിൽ നിന്ന് ബാരാമുല്ലയിലേക്കുള്ള 246 കിലോമീറ്റർ യാത്രയ്ക്ക് 3.5 മണിക്കൂർ മതിയാകും. റോഡ് മാർഗം 10 മണിക്കൂർ എടുക്കുന്ന യാത്രയാണ് പകുതിയിൽ കുറഞ്ഞ സമയത്തിനകം പൂർത്തിയാക്കുന്നത്. 2 ട്രെയിനുകളും അടുത്ത മാസം സർവീസ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. റിപ്പബ്ലിക് ദിനത്തിലാകും ആദ്യ സർവീസ് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ കശ്മീരിനും ഡൽഹിക്കും ഇടയിലുള്ള അകലം കുറയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കശ്മീരിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ചരക്ക് കടത്തിന് കൂടി സൗകര്യമുണ്ടെങ്കിൽ കശ്മീരിലെ ആപ്പിളും കുങ്കുമവും എല്ലാം അതിവേഗം ഡൽഹിയിലേക്കും മറ്റു നഗരങ്ങളിലേക്കും വിൽപ്പനയ്ക്കും എത്തും. വരുമാനം അടിസ്ഥാനമാക്കി കൂടുതൽ ട്രെയിനുകൾ സർവീസ് തുടങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.